ഓദിക്കോ പോയി ആ മുസാഫ് എടുത്ത് മുസാഫ് എടുത്ത് ഓദിക്കോ പോയിട്ട് എന്ന് പറയുന്നുണ്ട് അനീഷ്. ബായ് അനീഷ് ബ്രോയ്ക്ക് ബായ് പറയുന്നുണ്ട് ട്രോളു. സൈലന്റ് ഇടുമ്പോ വരുവ അനീഷിക്ക. പിന്നെന്താ വരാണ്ട്? സൈലന്റ് ഇട്ട് എല്ലാവരും വരും. ട്രോള് പോവാണോ? ആ പൊയ്ക്കോ പൊയ്ക്കോ, എല്ലാവരും പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഇറങ്ങും. തനഹ ഓക്കെ എന്ന് പറയുന്നുണ്ട്. മല്ലു ചേച്ചിയുടെ ലൈവിൽ, അതെ മല്ലു ചേച്ചിയുടെ ലൈവിൽ എല്ലാവരും ഉണ്ടാവും. ഞാനും മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഫ്രഷ് ആയിട്ട് ഒക്കെ ഞാനും വരും. നമ്മുടെ ഫ്രണ്ടിൻ്റെ 9:30 ആകുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ചലഞ്ചിങ് മൈൻഡിൻ്റെ ലൈവ് ഉണ്ട്, എല്ലാവരും അവിടേക്കും വരണം. വരാം ബ്ലേ, ഇജ്ജ് ധൈര്യമായിട്ട് പോയിക്കോ ബ്ലേ അനീഷ് പറയുന്നുണ്ട്. ട്രോള് നമുക്ക് നല്ല സ്മൈലൊക്കെ തരുന്നുണ്ട്. ഓക്കെ ട്രോളു, എന്തായാലും ഗുഡ് നൈറ്റ് പറയുന്നില്ല, അവിടെ കാണാന്നുള്ള വീണ്ടും കണ്ട് മുട്ടേണ്ടവരായതുകൊണ്ട് ഇപ്പൊ ഗുഡ് നൈറ്റ് പറയുന്നില്ല ആരെടുത്തും. അബ്ബ അനീഷെ ഇബനെ നിങ്ങൾ വരികയല്ലേ? ഇബനെ അനീഷെ എവിടെ മല്ലുവിന്റെ ഇബനെ നിങ്ങൾ വരണം കേട്ടോ. ട്രോളൂസ് ഓക്കെ ഡൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും ചായന്റെ വെള്ളമെല്ലാം കുടിച്ചതായിനോ? ചോറെല്ലാം വെച്ചിനാ? അനീഷിന്റെ സ്ഥലം പറഞ്ഞിനോ? എന്നോട് മറന്നുപോയി. പറഞ്ഞിരുന്നോ? ആ പറഞ്ഞിരുന്നോ തോന്നുന്നല്ലേ. എറണാകുളം അല്ലല്ലോ, അല്ല എവിടെയായിരുന്നു പറഞ്ഞത്, മറന്നുപോയി. ഞാൻ വരും ഇവിടെ, ഞാൻ വരും ഇവിടെ എന്ന് പറയുന്നത്. ഓക്കെ അനീഷ്, എല്ലാരും വായോ, ഞാനും വരും ബനെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണാം മല്ലുന്റെ ലൈവിൽ വെച്ചിട്ട്. ഞാനും ഇറങ്ങാന്ന്, ഫുഡൊക്കെ കൊടുക്കട്ടെ, സെറ്റാക്കട്ടെ. ഡിവൈൻ എന്താ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് ഡിവൈൻ എന്താ പേര്, സ്ഥലം? ഞാൻ മലപ്പുറം, ഞാൻ കോഴിക്കോട്. ഇവനെ നിങ്ങൾക്ക് മനസ്സിലായിക്കില്ലേ ആളെ ഭാഷ കേട്ടിട്ട്? നിങ്ങളെ തൊട്ടപ്പുറത്ത് കോഴിക്കോട് തന്നെയാ കേട്ടോ, വേറെ എവിടെയല്ല. ഡിവൈൻ എവിടാ സ്ഥലം? പേര് രജില. അങ്ങനെ ഞാനും ഇറങ്ങാന്ന്. ടാറ്റ ബൈ എല്ലാവരോടും. അനീഷ ഒത്തിരി സന്തോഷം സപ്പോർട്ട് തന്നതിന്. അപ്പം ഞാനും ഇറങ്ങുകയാണ്, ഇനി നിൽക്കുന്നില്ല. ഞാൻ ഫുഡൊക്കെ കൊടുക്കട്ടെ മക്കൾക്ക്. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ. ആ ബ്ലേ ഇജ്ജി കോഴിക്കോടാ അമ്പട ആ ബനെ ഞാൻ കോഴിക്കോട്. നിങ്ങൾക്ക് എൻ്റെ സ്ലാങ് മനസ്സിലായിക്കില്ലേ? ഓക്കെ 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 എന്ന് പറയുന്നുണ്ട്. അമ്പടെ പുളുസ്. അപ്പൊ ഇത്ര നേരം നിങ്ങൾക്ക് തിരിഞ്ഞിക്കില്ല ഞങ്ങളെ കോഴിക്കോടൻ ഭാഷ? ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ പറയും. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു ഇപ്പൊ എൻ്റെ ഒറിജിനൽ സ്ലാങ് ഏതാന്ന് എനിക്ക് തന്നെ പിടികിട്ടുന്നില്ല. ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചത്. അതിന് ഞാൻ ഇത്ര നേരം കോഴിക്കോട് ഭാഷയിൽ വർത്താനം പറഞ്ഞിക്കില്ലവനെ കൈ. പിന്നെ ഞാന് എൻ്റെ കൂടെ ഉള്ളവരെല്ലാം എന്താ വേറെ വേറെ ഓരോ പല ഭാഷയുള്ള പല സ്ലാങ് ഉള്ള അവരാ. അതുകൊണ്ട് ഞാൻ കോഴിക്കോട് ഭാഷയിൽ അങ്ങനെ സംസാരിക്കലില്ല. അങ്ങനെ സംസാരിച്ച് ഇപ്പം കോഴിക്കോട് ഭാഷ വരണമെങ്കിൽ ഇപ്പം ഞാൻ നാട്ടിൽ തന്നെ പോകണം. ഇവിടെ നിൽക്കുമ്പോൾ കോഴിക്കോട് ഭാഷ അങ്ങനെ ശരിക്കും വരുന്നില്ല, എന്നാലും വരും ചിലതൊക്കെ. ഇവിടെ എന്താ ചെയ്യുന്നേന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഒന്നും ചെയ്തില്ല, ഇവിടെ ഹസ്ബൻഡ് ഇവിടെയാണ് ജോലി, അതുകൊണ്ട് ഞങ്ങളിവിടെ. ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചേന്ന് പറയുന്നുണ്ട്. ആണല്ലേ, എന്തായാലും ഓക്കെ. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ കോഴിക്കോട്ടുകാരും മലപ്പുറക്കാരും എത്ര നമ്മൾ ഭാഷ മാറ്റി പറഞ്ഞാലും, അല്ല നമ്മുടെ സ്ലാങ് മാറ്റി ഇങ്ങനെ പറഞ്ഞാൽ അത് ശരിക്കും മനസ്സിലാവും. ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഫേക്കാന്ന് മനസ്സിലാവും. ഞാൻ പിന്നെ ചിലർക്ക് മനസ്സിലാവൂല പറയുന്നത്. പല ഇതും നമ്മുടെ ഹസ് ഇവിടെ പിന്നെ എന്താ പറയാ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ. അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അപ്പം ശരി, എല്ലാവരും പോയിന്ന് തോന്നുന്നു, ആരെയും കാണുന്നില്ല. അപ്പം ഞാനും ഇറങ്ങാന്നേ. അപ്പൊ ശരി ഇവിടെ. അപ്പൊ ആയിക്കോട്ടെ ബനെ, നമുക്ക് ആടുന്ന് കാണാട്ടോ. നാളെ ഇങ്ങക്ക് പണിക്കൊന്നും പോണ്ടേ ബനെ?
നിങ്ങൾക്ക്